ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പുതുവർഷം ആരംഭമാണ്. ചിങ്ങം 1-ാം തീയതിയാണ്. ഈ ഒരു വർഷം നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. എന്താണ് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. നിങ്ങളെനിക്ക് തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ ഇതൊരു എനർജി എക്സ്ചേഞ്ച് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ഏസ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. ഈ ഒരു സമയം നിങ്ങൾക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇമോഷൻസ് കിട്ടുമെന്നുള്ളതാണ്. അത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന, നിങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഈ ഒരു സമയം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒരു നല്ല സൗഹൃദം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഈ ഒരു സമയം സൈക്കിക് എബിലിറ്റീസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു സ്പിരിച്വൽ ഇൻസൈറ്റ് ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട്. സ്പിരിച്വാലിറ്റിയിൽ പുതിയ കാഴ്ചപ്പാട് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു പുതിയ കാഴ്ചപ്പാട് നിങ്ങൾക്ക് വരുന്നതാവാം. നിങ്ങളുടെ കഴിവുകളെക്കുറിച്ചൊരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളൊരു പുതിയ വീട്ടിൽ താമസിക്കാൻ പോകാൻ സാധ്യതയുണ്ട് എന്നും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയം മറ്റുള്ളവർ നിങ്ങളെ കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ സഹായം തേടി വരുന്ന ഒക്കെ ഒരു സമയമാണ്. മറ്റുള്ളവർക്കൊരു തുണയാകാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾ പലരെയും സഹായിക്കും എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങളിലേക്ക് ഒരുപാട് അബൻഡൻസ് വരുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ശരിക്കും വളരെ ഭംഗിയായിട്ട് ഈ ഒരു സമയം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അത് ഇപ്പോൾ നിങ്ങൾ സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങളുടെ ഡ്യൂട്ടി എന്താണോ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണിത്. നിങ്ങൾ ഒരു പരാതിയും ഇല്ലാതെ അതെല്ലാം ചെയ്യുമെന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ മറ്റുള്ളവർക്കും ഒരുപാട് റെസ്പെക്റ്റ് നിങ്ങളോട് തോന്നും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെയധികം റെസ്പെക്റ്റ് മറ്റുള്ളവരിൽ നിന്നും കിട്ടുമെന്നാണ് ഇതിൽ കാണുന്നത്. പിന്നെ 6 ഓഫ് കപ്പിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു ചൈൽഡ്ഹുഡ് മെമ്മറിയൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ കൂടെ പഠിച്ച, അതായത് കുഞ്ഞിലെ നിങ്ങളുടെ കൂടെ പഠിച്ച ആൾക്കാരുമായിട്ട് ഒരു റീയൂണിയൻ ഉണ്ടാകാം. അങ്ങനെയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക്, നിങ്ങൾ താമസിച്ചിരുന്ന ആ സ്ഥലത്തേക്ക്
അല്ലെങ്കിൽ ആ സ്കൂളിലേക്ക് അല്ലെങ്കിൽ കോളേജിലേക്കോ ഒക്കെ ഏതെങ്കിലും ആവശ്യത്തിനൊക്കെ നിങ്ങൾ പോകുന്ന ഒരു എനർജിയും ഇതിലുണ്ട്. അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ ജോലി ചെയ്തിരുന്ന ആ ഒരു ഓഫീസിലേക്ക് നിങ്ങൾ പോകുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ താമസിച്ചിരുന്നതോ വർക്ക് ചെയ്തിരുന്നതോ ആയ ആ ഒരു സ്ഥലത്തിലൂടെ നിങ്ങൾ യാത്ര ചെയ്ത് പാസ് ചെയ്ത് പോകുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു മെമ്മറീസ്, പാസ്റ്റിലെ മെമ്മറി നിങ്ങൾക്ക് വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഇന്നർ ചൈൽഡുമായിട്ടൊന്ന് കണക്റ്റഡ് ആകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇന്നർ ചൈൽഡിന് എന്താണോ ആഗ്രഹം, കാരണം നമ്മുടെ ചെറുപ്പത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ആ ആഗ്രഹങ്ങളൊന്നും ചിലപ്പോൾ നടക്കാത്ത ആളുകളും ഉണ്ടാവാം. അപ്പോൾ പാസ്റ്റിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതൊന്നും കിട്ടാതിരുന്ന ആൾക്കാരുടെ ഒരു എനർജി ഇവിടെ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സമയം നിങ്ങളത് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. ഈ ഒരു സമയത്തും നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ സന്തോഷിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നർ ചൈൽഡ് ഓൾറെഡി സന്തോഷിച്ചോളും, അത് ഹീലായിക്കോളും. അപ്പോൾ ഇതിൽ ഇന്നർ ചൈൽഡ് ഹീലിംഗ് വേണം എന്നുള്ളതാണ് കാണുന്നത്. മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിൽ ഉണങ്ങാത്ത മുറിവുകളുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉണക്കാൻ ശ്രമിക്കുക. ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഇതിൽ നിങ്ങളുടെ പാസ്റ്റിൽ നിന്നും ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജി ഉണ്ട്. അതൊരു പാസ്റ്റ് ലൈഫിൽ നിന്നും ഉള്ളതായിരിക്കാം. നിങ്ങളെ വിട്ടിട്ട് പോയ ഒരു വ്യക്തി ഈ സമയത്ത് ഒരു റൊമാൻറ്റിക് പ്രപ്പോസലുമായിട്ട് തിരിച്ചു വരും എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളെ വിട്ടിട്ട് പോയ ഒരു വ്യക്തി നിങ്ങളെ ഈ ഒരു സമയം തേടി വരുന്ന ഒരു എനർജി തന്നെ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ക്യൂൻ ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണിത്. മറ്റുള്ളവരോട് നിങ്ങൾക്ക് കമാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ അനുസരിക്കുന്ന ഒരു എനർജിയാണ്, അല്ലെങ്കിൽ അവരെ അനുസരിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ വീട്ടിലോ ഓഫീസിലോ അങ്ങനെ എവിടെയാണെങ്കിൽ പോലും നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. വളരെ മെച്വേർഡ് ആയിട്ടുള്ളൊരു എനർജിയാണിത്. മറ്റുള്ളവരെ കമാൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് നിങ്ങൾ ശരിക്കും ഒരു പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത വ്യക്തികളെ നിങ്ങൾ റിലീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വിട്ടുകളയുന്നു എന്നുള്ളതാണ്. ശരിക്കും നിങ്ങളെ സെർവ് ചെയ്യാത്ത ആൾക്കാരെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗമില്ലാത്ത ആൾക്കാരെ, അതുമല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരെ, അങ്ങനെയുള്ളവരെ നിങ്ങൾ വിട്ടുകളയുന്നു എന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സമയമാണ്. പിന്നെ ചില ആൾക്കാർക്ക് മറ്റാരോടും ഒരു അഭിപ്രായമൊന്നും ചോദിക്കാതെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ തീരുമാനമെടുക്കാൻ പറ്റുമെന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു സമയമാണ് ഇവിടെ ചില ആളുകൾക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ചാരിയറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ളൊരു പ്രതിഫലം കിട്ടുന്നു എന്നാണ്. നിങ്ങളുടെ കർമ്മഫലം അനുഭവിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണിത്. ശരിക്കും നിങ്ങൾ കുറേയധികം കാര്യത്തിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ വിൽ പവർ നിങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എന്താണെന്ന് മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണിത്. അതുപോലെ തന്നെ പിന്നെ ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് മറ്റുള്ളവരെ കൗൺസിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണിത്. ഒരുപക്ഷെ ഈ ഒരു സമയം നിങ്ങൾ അങ്ങനെ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കണം. അപ്പോൾ മറ്റുള്ളവരെ കൗൺസിൽ ചെയ്യുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾക്കൊരു കരിയർ ഓപ്പർച്യൂണിറ്റി വരുന്നു എന്നും കാണുന്നുണ്ട്. അത് കുറേ ആൾക്കാർക്ക് അതൊരു ടീച്ചിങ് പോലത്തെ പ്രൊഫഷനാണെന്ന് കാണുന്നുണ്ട്. അതുപോലെ ഈ ഒരു സമയം നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് ആവശ്യമുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഒരുപക്ഷെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം.
ചിലപ്പോൾ ഒരു വീടായിരിക്കാം, അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു വസ്തുവാകാം. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ 7 ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് തോന്നുന്ന ഒരു സമയമാണ്. ഒരു പക്ഷേ കുറേ അധികം ആൾക്കാരുണ്ടായിരിക്കാം നിങ്ങളോട് എതിരിടാനായിട്ട്, അല്ലെങ്കിൽ കൂടെ മത്സരിക്കാനൊക്കെ കുറേ അധികം ആളുകളുണ്ടാവാം. അപ്പോൾ ചില വ്യക്തികൾക്ക് ഇവിടെ ഈ ഒരു സമയം ചില ചലഞ്ചസ് ഉണ്ടാകുന്നു എന്നാണ്. പക്ഷേ നിങ്ങൾ ബുദ്ധിപൂർവം നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്ക് ഓപ്പോസിറ്റ് കുറേയധികം ആളുകളുണ്ടായാലും, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നാൽ പോലും ഈ ഒരു സമയം നിങ്ങൾ ബുദ്ധിപൂർവം നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ജയിക്കാൻ പറ്റും എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. മറ്റാർക്കും നിങ്ങളെ ഇവിടെ തോൽപ്പിക്കാൻ സാധിക്കില്ല. ഇവിടെ വിജയം നിങ്ങൾക്ക് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു സമയം പല കാര്യങ്ങളിലും നിങ്ങൾ ബുദ്ധിപൂർവം പല കാര്യങ്ങളും കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൃഢമായ തീരുമാനങ്ങൾ എടുക്കാനും, അല്ലെങ്കിൽ വ്യക്തമായ അഭിപ്രായങ്ങൾ പറയാനുമൊക്കെ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ബിയോണ്ട് ഇല്യൂഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു യാഥാർത്ഥ്യത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ശരിക്കും മായാലോകത്ത് ജീവിച്ചിരുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ തിരിച്ചു കിട്ടാത്തത് അങ്ങോട്ട് മാത്രം കൊടുത്തോണ്ടിരിക്കും. പക്ഷേ അത് എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു എനർജിയിലിരിക്കുന്നവർ നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും പുതിയ ചില തിരിച്ചറിവുകൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇത്രയും നാളും ഒരു മായയിലായിരുന്നുവെങ്കിൽ ഇനി നിങ്ങൾ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു ഇൻഡ്യൂഷനിലൂടെ നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്തയോ, അല്ലെങ്കിൽ അറിയണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളോ ഈ ഒരു സമയം നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. നിങ്ങളത് അറിയും എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. ഇത് നിങ്ങളുടെ ഒരു തേർഡ് ഐ ചക്ര ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണ്. ചില ആൾക്കാർ അത് ഒരുപക്ഷെ അറിയുന്നുണ്ടായിരിക്കാം. എന്നാൽ ഇവിടെ ചില ആൾക്കാർക്ക് അത് മനസ്സിലാകുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു സമയം നിങ്ങളുടെ തേർഡ് ഐ ആക്റ്റീവ് ആകുന്നുണ്ട്. നിങ്ങൾ മെഡിറ്റേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഇൻഡ്യൂഷൻസ് കിട്ടുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ജസ്റ്റിസ് ആണ് പിന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നതിൽ നിങ്ങൾ നിൽക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക. അല്ലാതെ നിങ്ങളുടെ സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് കൊണ്ടോ ഒന്നും ഒരു തീരുമാനമെടുക്കാതിരിക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രശ്നം നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ആയിരിക്കാം, ചിലപ്പോൾ സുഹൃത്തുക്കളല്ലാത്ത ആരുടെയെങ്കിലും ഒരു പ്രശ്നമായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ വരുന്നത് അങ്ങനെ എന്ത് തരത്തിലുള്ളൊരു പ്രശ്നമാണെങ്കിലും ഒരിക്കലും സൗഹൃദത്തിൻ്റെ പേര് പറഞ്ഞ് നിങ്ങളതിൽ ജസ്റ്റിസ് അല്ലാത്ത കാര്യം ചെയ്യരുത് എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ എല്ലാ കാര്യത്തിലും നീതിപൂർവം ഇടപെടണം എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിൽ എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ നീതിപൂർവം അതിലിടപെടുക. തെറ്റ് ചെയ്തവർക്ക് കൂട്ടു നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു സമയം ആർക്കെങ്കിലും കോടതി സംബന്ധമായ ഏതെങ്കിലും കേസ് കിടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീതിപൂർവമായിട്ടുള്ളൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ആരുടെ ഭാഗത്താണ് നീതി, അത്തരത്തിലൊരു വിധിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നാണ് ഇവിടെ ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലിയുമായിട്ടൊക്കെ വളരെ സന്തോഷമായിട്ട് നിങ്ങൾക്കിരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഫാമിലിയുമായിട്ട് ഒന്ന് ഔട്ടിങ്ങിന് പോവുകയോ അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുകയോ
നിങ്ങളുടെ കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുവാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയുമായിട്ടൊക്കെ ചില ഫങ്ഷനിലൊക്കെ പങ്കെടുക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ടും കുടുംബവുമായിട്ട് നിങ്ങൾ സന്തോഷം അനുഭവിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുമായിട്ട് ഒരുമിച്ച് കൂടാനും ചിലപ്പോൾ ചില ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.